ആദ്യം ഇതുപോലൊരു റൗണ്ട് ഷേപ്പിലൊരു ലിഡ് എടുക്കുക. നമുക്കിതുപോലെ ഒന്ന് റൗണ്ട് വരച്ച് കൊടുക്കുക. ഒരു റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ഒരു ചെറിയൊരു റൗണ്ട് ഷേപ്പ് കൊടുക്കണം. അതിനായിട്ട് ഞാനൊരു നാണയം എടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഞാൻ വരയ്ക്കുകയാണ്. ഒരു നാണയം അവിടെ വച്ചേക്കാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു അണ്ടർലൈൻ കൊടുക്കാം. ഇനി ഇവിടെയായിട്ട് ഒരു അണ്ടർലൈൻ കൊടുക്കണം. ഇനി നാണയത്തിന് ചുറ്റും നമ്മൾ ചെറുതായിട്ടൊന്ന് കളർ കൊടുക്കണം. ഇങ്ങനൊരു ഷെയ്ഡ് കൊടുക്കണം. ഞാൻ വാട്ടർ കളർ ചെയ്യുന്നുണ്ട്. വാട്ടർ കളറിട്ട് ഷെയ്ഡ് കൊടുക്കും. അടുത്തതായിട്ട് ഇതേപോലെ ഒരു തെങ്ങ് വരയ്ക്കുകയാണ്. ഒരു തെങ്ങാണ് വരയ്ക്കുന്നത്. ഈ സൈഡിലും അതേപോലെ ഒരു തെങ്ങ് വരച്ചു കൊടുക്കുക. എന്നിട്ട് തന്നെ ഓലകൾ വരച്ചു കൊടുക്കണം. ഇങ്ങനെ ഓല, ഇങ്ങനെ ഓല, ഇങ്ങനെ ഓല, ഇങ്ങനെ ഓല. ഇത് ഇൻസ്പിറേഷനായിട്ട് ഞാൻ കണ്ട് വരച്ചതാണ്. ഇവിടെയും ഇതേപോലെ ഓല വരച്ചു കൊടുക്കാം. ഇങ്ങനെ വരച്ചു കൊടുക്കണം. എന്നിട്ട് അടുത്തതായിട്ട് ഇവിടെ നമുക്ക് ഒരു വേലി വരച്ചു കൊടുക്കണം. ഇങ്ങനെ ഇനി ഇവിടെ കുറച്ച് ദൂരം വരയ്ക്കണ്ട. ഇനി ഇവിടെ കുറച്ച് ദൂരം വരയ്ക്കാം. ഇനി നമുക്ക് ഒരറ്റൊന്ന് മായ്ച്ചു കൊടുക്കാം. എല്ലാം ഒരേ ഷേപ്പിൽ തന്നെ വരണം. നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചു. ഈ ലെവലിൽ വേണം ഇതിൻ്റെ മോളോഷൻ വരാൻ. എന്നിട്ട് നമുക്ക് ഇവിടെ കുറച്ച് ഒരു ഗ്രാസ് ഇങ്ങനെ പൊടിച്ചത്. ഗ്രാസിൻ്റെ പൂക്കളുമായിട്ട് ഇവിടെ കുറേ ചെടികളുണ്ട്. ഇവിടെ ഇതുതന്നെ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്ക് തെങ്ങിൻ്റെ മൂട് ഇങ്ങനെ കാണത്തക്ക രീതിയിൽ ഒന്ന് കൊടുക്കാം. പിന്നെ ഇവിടെ ഇങ്ങനെ നമുക്ക് ഗ്രാസ് വരച്ച് കൊടുക്കണം. ഇപ്പോൾ ഒന്ന് ഷെയ്ഡ് കൊടുത്തിട്ട് ഞാൻ വാട്ടർ കളറാണ് ഇതിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഡാർക്കാണ്.
പലവ കൊണ്ടുള്ള നമ്മൾ കായലിൻ്റെ സൈഡിലൊക്കെ ആളുകൾക്ക് നിൽക്കാൻ വേണ്ടി കുറച്ച് പലവകളൊക്കെ നിരത്തി ഇട്ടിട്ടുണ്ടായിരിക്കും. അതാണ് ഞാൻ വരയ്ക്കുന്നത്. ഇവിടെ കായലാണ്. നമുക്കിതിനെ വേലിയാക്കി പല വെച്ച് എടുക്കാം. ഇവിടെ അതേപോലെയാണ് പലവ വെച്ചിട്ടുണ്ട്. അവരിപ്പോൾ ഒന്ന് നീങ്ങിയിട്ടുണ്ട്. അത് വായിച്ചിട്ട് തന്നെ നമുക്ക് വരച്ചു കൊടുക്കാം. അടുത്തതായിട്ട് ഇവിടെയും നമുക്കൊന്ന് ഒരു ഈ ലെവലിൽ തന്നെ നമുക്ക് വരച്ചു കൊടുക്കണം. അടുത്തുനിന്ന് പേന വെച്ച് ഒരു ഓവർ ലാപ്പ് ചെയ്യുന്നുണ്ട്. പേന വെച്ചാണ് ഞാനൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പേന വെച്ച് വരച്ചാൽ നമുക്ക് വാട്ടർ കളർ ചെയ്യുമ്പോൾ നല്ലൊരു കളർ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നല്ല കളർ കിട്ടുകയില്ല. അടുത്ത ഇവിടെയും ഒരു തെങ്ങ് വരച്ചു കൊടുക്കുന്നുണ്ട്. ആ തെങ്ങിൻ്റെ പുറത്തോട് ഞാൻ പേന വെച്ചൊന്ന് കറുപ്പിച്ച് കൊടുക്കുകയാണ്. നിറച്ച് ഓലകളൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ നിറച്ച് തെങ്ങുള്ള സ്ഥലങ്ങളാണ്. അവിടെ ഇതേപോലെ കായലും തെങ്ങും എല്ലാ പൂക്കളും നിറങ്ങളും മലകളും എല്ലാം നിറഞ്ഞ ഒരു സ്ഥലമാണ് കേരളം. കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ വേറെ ഒരിടത്തും ഈ പ്രകൃതി ഭംഗി കാണാൻ സാധ്യതയില്ല. നമ്മുടെ മനംകൊക്കെ കാണാൻ പറ്റിയൊരു പ്രകൃതിയാണ് നമ്മുടെ കേരളത്തിൽ. ഇങ്ങനെ പലകൾ നമ്മൾ ഈ കായലിനടുത്ത് കായലോട് ചേർന്ന ഭാഗത്ത് ആളുകൾക്ക് നിൽക്കാനും ഒക്കെ ആയിട്ട് വള്ളത്തിൽ പോകാനും ഒക്കെ ആയിട്ട് നമ്മൾ ഇതുപോലൊരു
ഡോക്കുണ്ടെന്ന് വയ്ക്കും. ഇവിടെ നമുക്കൊരു ബോട്ടാണെങ്കിൽ പണ്ടൊക്കെ ബോട്ടൊക്കെ ആണെങ്കിൽ അരയന്നങ്ങളെ പോലത്തെ ബോട്ടാണ് പണ്ടൊക്കെ വന്നത്. ഇപ്പോഴാണ് ചെറിയ ചെറിയ ബോട്ടുകൾ. പണ്ടൊക്കെ നമുക്ക് വിനോദസഞ്ചാരത്തിനൊക്കെ പണ്ട് രാജാക്കന്മാരൊക്കെ അരയന്നങ്ങളെ പോലെയുള്ള, നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, അരയന്നങ്ങളെ പോലെയുള്ള ബോട്ടിലൊക്കെയാണ് രാജാക്കന്മാരൊക്കെ യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ അതിന് പകരം നമുക്ക് മെട്രോ സൈഡ് ഉണ്ടായത്. ട്രെയിനുണ്ട്, പ്ലെയിനുണ്ട്, മെട്രോ ഉണ്ട്. ആളുകൾ ഇതിൽ മീൻ പിടിക്കാനൊക്കെ പോവും. ആ യാത്ര ചെയ്യാനും ഒരു കരയിൽ നിന്ന് അക്കരെ പോകാനും നമ്മളിതുപോലെ ഒരു തുഴയുന്ന ഒരാൾ കാണും. നമ്മളതുപോലെ ഒരു കരയിൽ നിന്ന് അക്കരെ പോകാനും ഇതുപോലെ നമ്മൾ ബോട്ട് ഉപയോഗിക്കും. കേരളത്തിൽ ആലപ്പുഴയിലാണെങ്കിൽ ഇത് കുറേ ദൂരം നമുക്ക് റോഡ് വേറൊരു ഭാഗത്തായിരിക്കും. ചില ഭാഗത്ത് നമ്മൾ വള്ളത്തിൽ തന്നെ പോകേണ്ടി വരും. ഇനി ഞാൻ ഇതിനൊരു വാട്ടർ കളർ കൊടുക്കുകയാണ്. ആദ്യമായി സ്കൈക്കാണ് ഒരു ഡാർക്ക് ബ്ലൂ കളർ കൊടുക്കുക. പോയി കുറച്ച് ദൂരം ഇങ്ങനൊരു ഓറഞ്ച് കളർ ഷെയ്ഡ് കൊടുക്കുകയാണ്. ഇനി ഈ ഓലകൾക്ക് ഞങ്ങൾ കറുപ്പിൻ്റെ ഒരു ഷെയ്ഡ് കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു ഷെയ്ഡ് കൊടുത്താൽ അല്ല വാട്ടർ കളർ കൊണ്ട് നമുക്ക് ഷെയ്ഡ് കൊടുക്കാൻ പറ്റും. എനിക്ക് കുറച്ചുകൂടി തൃപ്തി കിട്ടുന്നത് ഈ പെൻ വെച്ച് ഷെയ്ഡ് കൊടുക്കുന്നതാണ്. മുകളിലത്തെ നമുക്ക് രണ്ട് സൈഡിലും കൂടെ വരച്ചു കൊടുക്കാം. അടുത്ത് നമുക്ക് ആ സൈഡിലുള്ള തെങ്ങിലും ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. നടുക്കെത്തുമ്പോൾ ഒന്ന് വീതി കൂട്ടി കൊടുക്കണം. അവിടെ കുട്ടികളെല്ലാം 2 ദിവസം ഹോളിഡേ ആയതുകൊണ്ട് ഭയങ്കര കളിയാണ്. അവർക്ക് എക്സാം ഉള്ള കാര്യം അവർ മറന്നിരിക്കുകയാണ്. നെക്സ്റ്റ് വീക്കിൽ അവർക്ക് എക്സാമാണ്. അതെല്ലാം അവർ മറന്നിട്ടാണ് കളിക്കുന്നത്. ഞാൻ ഒന്നും പറയുന്നില്ല, അവർ കളിച്ചോട്ടെന്ന് ഇരിക്കുന്നു.
ഒരു ദിവസം ഇടവേളയുണ്ട്, അത് അന്ന് പഠിപ്പിക്കാമെന്ന് കരുതുന്നു. അപ്പോൾ ഇത് പഠിക്കാൻ പഠിച്ചാലും ഒരു കാര്യത്തില്ല. അടുത്ത് നമുക്ക് ഇവിടെ ഒരു ഗ്രീൻ കളറിൽ ഗ്രാസുകൾ കൊടുക്കാം. ഗ്രീൻ കളറിൽ ഇങ്ങനെ വരച്ച് കൊടുക്കാം. അറ്റം വിളുമ്പോൾ കോർത്ത ഒരു ഗ്രാസ് പോലെ എന്തോ പൊടിച്ച് നോക്കുന്നത്. നമുക്കൊരു ഡാർക്ക് ഷെയ്ഡും കൂടെ അതിൻ്റെ ഒരു വശത്ത് കൊടുക്കാം. നമുക്കിതിൽ നിന്നിട്ട് മാറ്റാം. അടുത്തായിട്ട് നമുക്കിവിടെ ഒരു ബ്രൗൺ കളർ കൊടുക്കാം. പലവ ഓർമ്മിക്കുന്ന രീതിയിലാണ് ഇത് കൊടുക്കുന്നത്. ഈ ബ്രൗൺ കളർ എടുക്കുന്നത് പലവയുടെ നിറവും ബ്രൗണാണ് നമ്മൾ കൊടുക്കാറ്. മൊത്തം നിരത്തിയൊന്നും ആ ഷെയ്ഡ് കൊടുക്കണമെന്നില്ല. അടുത്തതായി ഇതിലും നമ്മളൊരു ഡാർക്ക് ഷെയ്ഡ് കൂടെ ചേർന്നത് നമ്മളൊരു ഫെൻസ് ഇവിടെ കൊടുത്തു. വരച്ച ഫെൻസിൽ നമ്മളൊരു കളർ കൊടുക്കും. പേപ്പർ നീങ്ങി പോകുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ സൈഡിലുള്ളത് കളർ കൊടുക്കാം. കുഞ്ഞു കുട്ടികളൊക്കെ വന്നപ്പോൾ നമ്മൾ ഈ സൈഡിൽ കൊണ്ട് നിർത്തിയിരുന്ന വെള്ളത്തിലോട്ട് കുട്ടികൾ നീങ്ങി പോകാതെ ഇരിക്കും. അടുത്ത് നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഇതിൽ ചെറുതായിട്ടൊരു കൊടുക്കണമെങ്കിൽ കൊടുക്കാം, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതൊന്ന് നമ്മൾ ചിലപ്പോൾ കളർ കൊടുക്കുമ്പോൾ അതൊരു ഡാർക്ക് ഒന്ന് കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പെൻസിലിട്ട് തന്നെ വേണമെങ്കിൽ നമുക്കൊന്ന് കറുപ്പിച്ച് കൊടുക്കുക. പെൻസിലാകുമ്പോൾ നമുക്ക് എപ്പോഴും മാച്ചിട്ട് വരയ്ക്കാൻ പറ്റും. അടുത്തായിട്ട് നമുക്ക് ആ ഗ്രാസിൽ കുറച്ച് കളർ പൂക്കളോ ഓറഞ്ച് കളറോ എന്തെങ്കിലും കളർ ചെറിയ ഒന്ന് പൂക്കൾ ഇങ്ങനെ ഇങ്ങനെ ആ സൈഡിൽ നമുക്ക് യെല്ലോ കളർ ഫ്ലവർ കൊടുത്താലും കുഴപ്പമില്ല. അല്പം ഒരു ഗ്രീൻ കളറ് അതിൻ്റെ ബേസിൽ കൊടുക്കുക. നമുക്ക് ആ സൂര്യന് ഒന്ന് കളർ കൊടുത്തെടുക്കണം. നമുക്കൊരു ഓറഞ്ചോ എന്തെങ്കിലും ഒരു
ഓറഞ്ച് കളർ കൊടുത്താൽ മതി. ഒരു ഈവനിങ് സമയത്ത് ഓർമ്മിപ്പിക്കുന്നതാണ്. ഒന്ന് റൗണ്ട് ആയിട്ട് കൊടുക്കും. ഈ സൈഡിൽ വേണമെങ്കിൽ ഒരു ഓറഞ്ച് കളർ കൊടുക്കാം. നമ്മളെ നീലാകാശവും പച്ചപ്പും എല്ലാം ഒത്തു വന്നിട്ടുണ്ട്. അടുത്ത് നമുക്ക് അല്പം ഒരു ബ്ലൂ കളർ, ഒരു ഡാർക്ക് കളർ തന്നെ നമുക്ക് കൊടുക്കണം. വാട്ടറിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മരുന്ന് കഴിക്കാനില്ല, ചെറുതായിട്ടൊരു ഈ ബോട്ടിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു മെറൂൺ കളറിൽ ഡാർക്ക് ഷെയ്ഡ് ഒരു നിഴൽ പോലെ നമുക്ക് ഈ സൈഡിലൊന്ന് വരച്ച് കൊടുക്കാം. ബോട്ട് നീങ്ങിപ്പോകുന്നതാണ്, നമുക്കൊരു നിഴൽ അവിടെ വേണം. ഇത്രയും മതി. അടുത്തതായിട്ട് ഇനി നമുക്ക് ഒന്ന് രണ്ട് കിളിവെള്ള വരച്ചു കൊടുക്കാം. വൈകുന്നേരം ആകുമ്പോൾ കൂടെ അണയാൻ പോകുന്ന കിളികളുണ്ട്. ഈ വെള്ളത്തിലൊക്കെ ഇവിടുന്ന് ഇങ്ങനെ അയച്ച് പറന്നു പോകുന്ന കിളികൾ കാണും. ഇവിടുന്ന് ഇങ്ങനെ പറക്കുന്ന കിളികൾ കാണും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. Hola.